ഏതായാലും നേരത്തെ ജെ.പി. നദ്ദയുമായി സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരങ്ങളുമായി സിബി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സിബി, എപ്പോഴാണ് ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുക? പ്രധാനമായും ചർച്ചയിൽ വരിക ആശമാരുടെ വിഷയം തന്നെയായിരിക്കുമല്ലോ. അതേസമയം തന്നെ നിലവിൽ ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ആലോചനയില്ല എന്നാണല്ലോ പാർലമെന്റിൽ ജെ.പി. നദ്ദ വ്യക്തമാക്കിയത്. ഈ കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോഴാണല്ലോ ഇപ്പോൾ സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനായി എത്തുന്നത്. മനു, സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നിപ്പോൾ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ ദില്ലി വിമാനത്താവളത്തിൽ നിന്നും ഇപ്പോൾ കേരള ഹൗസിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൽ ജെ.പി. നദ്ദയുമായിട്ടുള്ള കൂടിക്കാഴ്ച തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത്. ഇതിൽ ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കൃത്യമായി അറിയിക്കുക. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവിൽ ഒരു വർധനവ് വേണം. അതുകൂടാതെ കേന്ദ്ര സർക്കാരിന്റെ നമുക്കറിയാം, കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഈ ഒരു ആശാപ്രവർത്തകരുടെ സ്കീം NHM എന്ന് പറയുന്നത്. NHMന് ഏകദേശം 600 കോടിയിലധികം രൂപ കേന്ദ്ര കുടിശ്ശികയുണ്ട്. ഇതിൽ തന്നെ ആശാ വർക്കറുടെ 100 കോടിയോളം രൂപ ലഭിക്കാനുമുണ്ട്. ഇതെല്ലാം തന്നെയും നേരിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ അറിയിക്കുക. അതുകൂടാതെ ഇവരെ ജീവനക്കാരായി പ്രഖ്യാപിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ആരോഗ്യമന്ത്രി ദില്ലിയിലേക്ക് നേരിട്ട് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുകയാണ്. ഇതിന് മുതൽ അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇന്നിപ്പോൾ ക്യൂബയിലെ ഉപപ്രധാനമന്ത്രിയുമായും വീണ ജോർജ് മുതൽപ്പുറത്തെ KN ബാലഗോപാലും അബ്ദുൾ റഹിമാൻ 3 മിനിസ്റ്റേഴ്സും ഒരു കൂടിക്കാഴ്ച കൂടി ഇന്ന് ദില്ലിയിലുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് മന്ത്രി വീണ ജോർജ് ഇന്ന് ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആശാപ്രവർത്തകരുടെ കാര്യം തന്നെയാണ്. ഇത് പറയുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയാണ് രാജ്യസഭയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ ആശാപ്രവർത്തകർക്ക് ഇൻസെന്റീവ് വർധനവ് ഇപ്പോൾ പരിഗണനയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ആ ഒരു പശ്ചാത്തലം കൂടി ഇപ്പോഴുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് രാജ്യസഭയിൽ തന്നെ ജെ.പി. നദ്ദ പറഞ്ഞത് ഈ ആശാവർക്കറുടെ ഇൻസെന്റീവ് ഉടൻ വേതനം വർദ്ധിപ്പിക്കുന്നതായി. എന്നാൽ പിന്നീട് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ചർച്ച പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത് ഈ ആശാപ്രവർത്തകർക്ക് നരേന്ദ്രമോദി സർക്കാർ വലിയ രീതിയിൽ ഇൻസെന്റീവ് നൽകുന്നു. അതുകൊണ്ട് ഇനി തൽക്കാലം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ല എന്ന് തന്നെയാണ്. ഇത് വലിയ തിരിച്ചടിയും ആശാപ്രവർത്തകരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നശിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച എന്നുള്ളതും ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച എത്രത്തോളം ഗുണകരമാകുമെന്നുള്ളതിന്റെയും നമുക്ക് വരും മണിക്കൂർ മാത്രമേ വ്യക്തമാകുള്ളൂ. പക്ഷേ എങ്കിൽ പോലും സംസ്ഥാനത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി സംസാരിക്കുക, കേന്ദ്രത്തിലെ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിനും സംസ്ഥാന വകുപ്പിലെ ആ മന്ത്രിക്കും ചെയ്യാൻ കഴിയും. ആ ഒരു കാര്യമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റെടുത്തുകൊണ്ട് ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. അത് പ്രധാനമായും ഈ ആശാപ്രവർത്തകരെ അവരെ ഇപ്പോൾ ഒരു സന്നദ്ധ പ്രവർത്തകർ എന്നതിനപ്പുറമായി ഒരു ജീവനക്കാരായി പരിഗണിക്കുക. അവർക്ക് വേണ്ട ഇൻസെന്റീവ് കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ വെറും 1200 രൂപ മാത്രമാണ് ഇൻസെന്റീവ് ലഭിക്കുന്നത്. ആ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക. അതുകൂടാതെ കേന്ദ്രം നൽകാനുള്ള കുടിശ്ശിക പൂർണ്ണമായും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ നേരിട്ട് ഉന്നയിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ച സംബന്ധിച്ച സമയം ഇപ്പോൾ വ്യക്തമായി ലഭിച്ചിട്ടില്ല. ഇതിനുശേഷം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളുമായി സംസാരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രി ഇന്നിപ്പോൾ രാവിലെ തന്നെ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. മനു, വിവരങ്ങൾ ദില്ലിയിൽ നിന്നാണ് നൽകിയത്.